നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ ജോലി ഭാരവും ശമ്പളം കുറവും ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നവരും അവരെക്കുറിച്ചാണ് പറയുന്നത്. അവർ ആശാ വർക്കേഴ്സാണ്. നമുക്ക് ആശാ വർക്കേഴ്സ് അവരെ വിളിക്കുമ്പോൾ അവർ സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിൻ്റെ വ്യവസ്ഥയിൽ അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സമൂഹമാണ് ആശാ വർക്കേഴ്സ്. 2014 കാലഘട്ടത്തിൽ UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതൊരു പരീക്ഷണമായിട്ട് ആദ്യം ടെമ്പററി ജോലിയിൽ ഇവരെ നിർത്തിക്കൊണ്ട് പഞ്ചായത്തുകളിൽ ആശാ വർക്കേഴ്സിനെ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഗവൺമെൻറ് സംവിധാനത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ജോലികളിൽ അവരെ ക്രിയാത്മകമായിട്ട് പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് മാറിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ CPM ഗവൺമെൻറ്റാണ് ഇവരെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ട്. അതായത് കോവിഡ് കാലത്തും ഒക്കെ ഇവർ വളരെ ശക്തമായി ഈ കോവിഡ് കാലത്തെ ഒരു പരിധി വരെ നമ്മൾക്ക് വളരെ ശക്തമായിട്ട് തരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തി ലഭിച്ചത് ഈ ഒരു വർക്കേഴ്സ്. അവരുടെ ജീവൻ പണയം വെച്ച് അവർ പല സ്ഥലങ്ങളിലും അവർ നടന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. എന്തൊരാവശ്യം ഉണ്ടെങ്കിലും നേരിട്ട് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നത് അവരാണ്. പക്ഷെ അവരുടെ ഒരു സമരം നമ്മൾ കണ്ടു. ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കിയില്ല. ഇവരെക്കുറിച്ച് ആദ്യമായിട്ട് കേരള നിയമസഭയിൽ ആവശ്യപ്പെട്ടത്, ഇവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ശ്രീ മാത്യു കുഴൽനാടനാണ്. മൂവാറ്റുപുഴയുടെ MLA ആയ ശ്രീ മാത്യു കുഴൽനാടനാണ്. അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവരുടെ സമരപന്തലുകളിൽ നിരവധി തവണ തിരുവനന്തപുരത്ത് അവർ സമരം ചെയ്തപ്പോൾ സമരപന്തൽ നിരവധി തവണ അവിടെ വിസിറ്റ് ചെയ്യും, അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർ VD സതീശനെ കാണാനായിട്ട് ചെന്നു. മുഖ്യമന്ത്രിയായി VD സതീശൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം VD സതീശനെ കാണാം. തീർച്ചയായിട്ടും ഇവർക്ക് ശക്തമായ ഒരു പ്രതിഫലം ലഭിക്കും, തക്കതായ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ജയ് ഹിന്ദ്.